ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ പ്രസ ഫേസ് ലിഫ്റ്റിൻ്റെ LX, അതായത് ഏറ്റവും ബേസ് മോഡൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർ ഫീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ പറയാം. എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് ബേസ് മോഡലായ VXi എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ 1 ലിറ്റർ ടർബോ ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 1.5ലും 1 ലിറ്ററിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്, നിങ്ങളിത് എടുക്കുന്നത് നല്ലതാണോ, പ്രൈസ് പോയിൻറ്റ് വാല്യൂ ഫോർ മണി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഏതായാലും ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ബേസ് മോഡൽ പോലെയൊക്കെ തന്നെയാണ്. അതായത് നോർമൽ ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. DRLസും കാര്യങ്ങളൊന്നുമില്ല. ഗ്രില്ലാണെങ്കിലും ബ്ലാക്ക് ആണ്, ക്രോമും സാധനങ്ങളൊന്നുമില്ല, ഫോഗ് ലാംപ്സ് വരുന്നില്ല. പിന്നെ ബമ്പറിൽ നമുക്ക് ഒരു സിൽവർ ആക്സൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. സൈഡിലാണെങ്കിൽ നമുക്ക് ORVMs ഇതിനകത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. നിങ്ങൾ 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ മറ്റേ അലോയ് വീൽസ് കാണാൻ പറ്റും. LXi മോഡലാണെങ്കിൽ 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആയിരുന്നു. ടയർ സൈസ് ഒക്കെ സെയിം ആണ്, 215/60 R16 ആണ് ടയർ സൈസ് വരുന്നത്. അതിപ്പം VXi ആണെങ്കിലും നിങ്ങൾക്ക് സെയിം ടയർ സൈസ് ആയിരിക്കും, അലോയ്സിനും സെയിം ടയർ സൈസ് ആണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അലോയ്സ് കിട്ടും, ഈ കാണുന്ന ബ്ലാക്ക് ഡോട്ട് അലോയ്സ്. പക്ഷേ 1.5 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സ്റ്റീൽ വീൽസ് തന്നെ ആയിരിക്കും. അതൊരു വലിയ പ്രശ്നമായിപ്പോയി. അവർ 1.5 അലോയ്സ് കൊടുക്കാണ്ട് 1 ലിറ്ററിൽ മാത്രം അലോയ്സ് കൊടുത്ത്. ബാക്കി സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് സൈഡ് പ്രൊഫൈൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആണ്. ടെയിൽ ലാംപ്സ് ഒക്കെ LED ആണ്. നമുക്ക് വൈപ്പർ വാഷറിന് ഇവിടെയും കിട്ടുന്നില്ല. പക്ഷേ ഡീഫോഗർ 1 ലിറ്റർ മോഡലിൽ കിട്ടുന്നുണ്ട്, 1.5ൽ നമുക്ക് അതില്ല. അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് ക്യാമറ അതും VXi മോഡലിൽ 1 ലിറ്ററിൽ കിട്ടുന്നുണ്ട്, 1.5ൽ അതുമില്ല. ഇതിപ്പോൾ കുറച്ചധികം സാധനങ്ങളായല്ലോ 1 ലിറ്ററിലുണ്ട് 1.5ൽ ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നിക്കാണുമായിരിക്കും. സംഭവം വളരെ ശരിയാണ്. അതൊരു വല്ലാത്തൊരു കോസ്റ്റ് കട്ടിങ് ആയിപ്പോയി. ഓർ ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതല്ലാതെ ബാക്കിൽ നമുക്ക് ടർബോയുടെ ബാഡ്ജിങ് ആണ് എക്സ്ട്രാ ടർബോ എടുക്കുകയാണെങ്കിൽ കിട്ടുന്നത്. ഇനി കളർ ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 6-7 കളേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് ഈ ബേസ് കളർ, പിന്നെ ഓറഞ്ച് കളർ, അങ്ങനെ സാധനങ്ങളൊന്നും ബേസ് മോഡലില്ലായിരുന്നു, ബ്ലാക്ക് ഇല്ലായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് ഈ ഒരു VXi മോഡൽ 1 ലിറ്റർ ഏത് എടുത്താലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡാഷ് ബോർഡ് ലേഔട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, വലിയ വ്യത്യാസമില്ല ബേസ് മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സ്റ്റിയറിംഗ് വീലിൽ പക്ഷേ അത്യാവശ്യം വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റേതാണെങ്കിൽ ഓൾ ബ്ലാക്ക് ആയിരുന്നു, നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. പക്ഷേ ചെറിയൊരു മറ്റേ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസിൻ്റെ അവിടെ ഒരു സിൽവർ സാധനം വന്നിട്ടുണ്ട് ഡിസൈൻ പോലെ. അതുപോലെ സ്റ്റിയറിംഗ് മോഡിൽ ഓഡിയോ കൺട്രോൾസും വന്നിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾ നോർമൽ 1.5 എടുത്താൽ എല്ലാത്തിനകത്ത് ഉണ്ടാവും. നമ്മുടെ മീറ്റർ കൺസോൾ വരുന്നത്, അതായത് ഇൻസ്റ്റോൺ ലസ്റ്റർ വരുന്ന നടുവിൽ മോണോക്രോം ഡിസ്പ്ലേ തന്നെയാണ്. അതിനകത്ത് മറ്റേ കളർ TFT ഡിസ്പ്ലേ ആണെങ്കിൽ ZXi എങ്കിലും എടുക്കേണ്ടി വരും. ഇനി ഡോർ പാഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, അവിടെയും നമുക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ബ്ലാക്ക് ഡോട്ട് ഡോർ ഹാൻഡിൽസ് ആണ്, ബ്ലാക്ക് ഡോട്ട് കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. അതിൽ 4 പവർ വിൻഡോസ്, അതുപോലെ നമ്മുടെ മിറേഴ്സ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ, ഫോൾഡബിൾ, എല്ലാത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് അഗെയിൻ നമുക്ക് ലെതർ റാപ്ഡ് ഒന്നുമല്ല. ഇനി സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ 7 ഇഞ്ചസിൻ്റെ ഇൻഫർടൈം സിസ്റ്റം ആണ് ഇതിൻ്റെ ഈ മോഡലിൽ കിട്ടുന്നത്. ഏറ്റവും ബേസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതിന് തൊട്ട് മുകളിലത്തെ എടുക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ആകപ്പാടെ ZXi പ്ലസിൽ മാത്രമാണ് അവർ പുതിയ 10.1 ഇഞ്ചസിൻ്റെ കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ VXi കുഴപ്പമില്ല. പക്ഷേ അവർ എക്സ്ട്രാ പ്രൈസാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഏതായാലും ഓട്ടോ AC ഒക്കെ നമുക്ക് ബേസ് മോഡൽ മുതൽ 1 ലിറ്റർ ആണെങ്കിൽ കിട്ടുന്നുണ്ട്. പക്ഷേ 1.5 ആണെങ്കിൽ VXi മുതലേ ഓട്ടോ AC വരുള്ളൂ. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊന്നും ഇല്ല. അതിന് തൊട്ട് മുകളിലത്തെ വേരിയന്റിലേക്ക് പോകണം. സെൻറ്റർ ആംറസ്റ്റും ഫ്രണ്ടിൽ വരുന്നില്ല. പക്ഷേ ഏതായാലും ബാക്കിൽ AC വെൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോപ്പിലേക്ക് വരുമ്പോഴേക്കും മാനുവൽ ഡേ നൈറ്റ് എയർ വീംസ് ഉണ്ട്. ക്യാബിൻ ലാമ്പ് എപ്പോഴും ഇതിൻ്റെ അകത്തും സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ. ഇനി ഡാഷ്ബോർഡ് ലേഔട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ബേസ് മോഡലിൽ കിട്ടിയ അതുപോലെ ഓൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ക്യാബിൻ ലേഔട്ടാണ്. ടോപ്പിൽ നമുക്ക് കുറച്ച് ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്സ് ഒക്കെ ഇവിടെ ആയിട്ട് വരും. പിന്നെ കുറച്ച് സിൽവർ ആക്സൻസ് ഒക്കെ വരും. അതൊക്കെ എടുത്ത് കളഞ്ഞു. അതിന് പകരമാണ് ഈ ഒരു ലേഔട്ട് വരുന്നത്. അഗെയിൻ കുറച്ച് ബേസിക് ആണ്. ഇനി സീറ്റ്സ് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫാബ്രിക് സീറ്റ്സ് ആണ് കിട്ടുന്നത്. അങ്ങനെ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ലെതറോ അല്ലെങ്കിൽ മറ്റേ വെന്റിലേറ്റഡ് സീറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അതും അഗെയിൻ ടോപ്പ് എൻഡിലേ ഉള്ളൂ. ആക്ച്വലി ZXi പ്ലസിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ വരുള്ളൂ. ഇതിന് തൊട്ട് മുകളിൽ കിട്ടുന്ന വിചാരിച്ചാൽ അതുമില്ല. ഇനി നമ്മുടെ ബാക്കിലത്തെ സീറ്റ്സിൽ സെൻറ്റർ ആംറസ്റ്റിലെങ്കിലും 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് LXi മോഡലാണെങ്കിൽ ഇതിൻ്റെ 1.5ൽ കിട്ടില്ല. 1 ലിറ്റർ ആണെങ്കിൽ ഈ സാധനം ബേസ് മോഡൽ മുതൽ കിട്ടുന്നതാണ്. ഇതാണ് സംഭവം. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PN 2.5 എയർ ഫിൽറ്റർ, അതുപോലെ സിംഗിൾ പെയിൻ സൺറൂഫ്, പിന്നെ TPMS, ക്രൂസ് കൺട്രോൾ, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ മിസ്സിംഗ് ആണ്. അഗൈൻ ZXi ആണെങ്കിൽ പോലും നമുക്ക് അവിടെ 1 ലിറ്ററും 1.5 അത്യാവശ്യം ഫീച്ചേഴ്സിന് ഡിഫറൻസ് വരുന്നുണ്ട്. ആകപ്പാട് ZXi പ്ലസിൽ മാത്രമാണ് 2 വേരിയൻസും തമ്മിൽ ഫീച്ചേഴ്സിൽ ഡിഫറൻസ് ഇല്ലാത്തത്. ഇനി ഇതിൽ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് ബേസ് മോഡൽ പോലെ തന്നെ 6 എയർ ബാഗ്സ്, ABS, CBD, ESP, ഹിൽ ഹോൾഡർ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. TPMS ഒക്കെ വേണമെങ്കിലാണ് നമ്മളിന്ന് ZXiയുടെ 1 ലിറ്ററിലേക്ക് പോകേണ്ടത്. അവിടെയും 1.5 ആണെങ്കിൽ TPMS കിട്ടുന്നതായിരിക്കില്ല. സോ ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഫീച്ചേഴ്സും. അത് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആണ്. നമ്മൾ 1 ലിറ്റർ മോഡൽ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ 1.5ലേക്ക് വരുമ്പോഴേക്കാണ് കാര്യങ്ങളൊക്കെ കൊളാവുന്നത്. ഇത്രയൊക്കെ സാധനങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും, അതായത് എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ നമുക്ക് 110 PS അതുപോലെ 170 Nm ടോർക്കാണ് വരുന്നത്. 6 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ. VXi മോഡൽ ആയതുകൊണ്ട് 1.5 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് 6 സ്പീഡ് മാനുവലും അതുപോലെ 6 സ്പീഡ് ടോക്കൺ മീറ്റർ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് നിങ്ങളുടെ ചോയ്സിൽ ഉള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് 1.5 മാത്രമേ ഒരു ചോയ്സ് ഉള്ളൂ. ഒരു 1 ലിറ്റർ ഓട്ടോമാറ്റിക് കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ വേണേൽ കൊടുക്കായിരുന്നു. അതും ഈ ഒരു
പ്രൈസ് പോയിന്റിൽ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്തേനെ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കുറച്ചധികം എമൗണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സി എൻ ജി 1.5 മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിനും അത്യാവശ്യം എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം നമുക്ക് ഫീച്ചേഴ്സ് കോസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ആക്ച്വലി സംഭവം പ്രശ്നം വരുന്നത് ടാക്സിൻ്റെ കാര്യത്തിലാണ്. ഈ വണ്ടിയുടെ 1.5 എഞ്ചിന് 40% എക്സൈസ് ഡ്യൂട്ടിയും നമ്മുടെ 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 18% എക്സൈസ് ഡ്യൂട്ടിയാണ് വരുന്നത്. അതുകൊണ്ടാണ് എഞ്ചിൻ കുറച്ചുകൂടി മോഡേൺ ആണ്, GDI ആണ്, ടർബോ ചാർജ് ആണെങ്കിലും അതിന് പ്രൈസ് കുറവ് വരുന്നത്. അല്ലെങ്കിൽ ശരിക്കും സെയിം ടാക്സ് ആണെങ്കിൽ മിക്കവാറും 1.5 കൂടുതൽ എക്സ്പെൻസീവ് 1 ലിറ്റർ ആയതിനെ, ഓർ അറ്റ്ലീസ്റ്റ് സെയിം പ്രൈസിംഗിലും ആയതിനെ. എനിവേ നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. VXI 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 8.55 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് 9.26 lakhs ആണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ 1.5 വരുമ്പോഴേക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അത്രയും പ്രൈസ് നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ, അതായത് ഏകദേശം 70,000 രൂപയോളം നമ്മൾ കൂടുതൽ കൊടുത്താലും അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല. നേരെ മറിച്ച് അത്രയും ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് കട്ടായി പോകുന്നുണ്ട്. അതായത് നമ്മുടെ അലോയ്സ് വരുന്നില്ല, അതുപോലെ ബാക്കിൽ ഡീഫോഗർ വരുന്നില്ല, റിയർ ക്യാമറ ഇല്ല, ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിറേഴ്സ് ഇല്ല, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്ത് പോകും. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. നമ്മൾ പ്രൈസ് കുറച്ച് കൊടുത്താലും നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് വന്നിട്ടില്ലാണ് കിട്ടുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ അഗൈൻ 10.61 lakhs അടുത്താണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിപ്പോയി. നമുക്ക് 1.5 തന്നെ മാനുവൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1.25 ലക്ഷം രൂപയ്ക്ക് 1.35 lakhs അടുത്താണ് ഡിഫറൻസ് വരുന്നത്. അത് വല്ലാത്ത ഡിഫറൻസ് ആയിപ്പോയി. പിന്നെ നമുക്ക് 1 ലിറ്റർ CNG ആണെന്നുണ്ടെങ്കിൽ 9.99 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് വലിയ കുഴപ്പമില്ല. ഏകദേശം ഒരു 75,000-74,000 രൂപ അടുത്ത് പ്രൈസ് ഡിഫറൻസിൽ അവർ പിടിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴത്തെ പേരിൽ കറക്റ്റ് 1 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അഗൈൻ CNGയും 1 ലിറ്റർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അഗൈൻ 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബോഡി CNG ആണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആശ്വസിക്കാം. ബൂട്ട് സ്പേസ് പോകില്ലല്ലോ. അങ്ങനെ ഇനി ZXi എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1.3 lakhs അടുത്ത് 1 ലിറ്റർ മോഡൽ എക്സ്ട്രാ പ്രൈസ് വരുന്നുണ്ട്. 1.5 ആണെങ്കിൽ 1.25 lakhs അടുത്താണ് എക്സ്ട്രാ പ്രൈസ് വരുന്നത്. പക്ഷേ അവിടെയും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ VXi LXi ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ZXiലാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരുന്നത് 1 ലിറ്റർ 1.5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതും കുറച്ചധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ക്രിയേച്ചർ കംഫർട്ട്സ് ഓർ ഇന്നത്തെ കാലത്ത് മോഡേൺ ആയിട്ട് തോന്നുന്ന ഫീച്ചേഴ്സൊക്കെ എടുത്ത് കളയുന്ന പരിപാടിയാണ് അവർ 1.5 ZXiലും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഫീച്ചേഴ്സ് കട്ടൊന്നും ഉണ്ടാവരുതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ZXi പ്ലസ് എങ്കിലും എടുക്കേണ്ടി വരും. ആൻഡ് അത് ഡെഫിനറ്റ്ലി അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ ഓട്ടോമാറ്റിക് എടുക്കേണ്ടവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് എടുക്കണം, ആൻഡ് അതിനും ഫീച്ചേഴ്സ് കുറവാണ്, നമ്മൾ പ്രൈസ് അത്രയും കൊടുക്കാൻ വേണം, പിന്നെ മൈലേജും കമ്പാരിറ്റീവ്ലി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കിട്ടുകയില്ല. ഈ 1.5 ഓട്ടോമാറ്റിക് ടോക്കൺ മീറ്റർ ആയതുകൊണ്ട് അത് ഇച്ചിരി ഓവർ ഫ്യൂൽ ഗസ്ലിംഗ് ആണ്. ഏതായാലും നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ നമ്മുടെ VXi മോഡലിനെ പറ്റി പറയാനുള്ളത്? ഏത് വേരിയൻ്റ് ആണ്, 1 ലിറ്റർ ആണോ 1.5 ആണോ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത് എന്നൊക്കെ ഉറപ്പായിട്ടും കമൻസിൽ പറഞ്ഞേക്കാം. നമ്മളിതിൻ്റെ തന്നെ ZXi മോഡലിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ZXi പ്ലസിന് ഞാൻ ചെയ്യില്ല, പക്ഷേ ZXi ഡെഫിനറ്റ്ലി ഇതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം ഒരു ഓൾറൗണ്ടർ എന്ന് പറയാൻ പറ്റുന്ന വേരിയൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വേണം, ഒരുപാട് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യാനില്ല, 1 ലിറ്റർ എടുത്താൽ മതി, മാനുവൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് 1 ലിറ്ററിൻ്റെ ZXi. VXi 1 ലിറ്ററിൽ കുഴപ്പമില്ല. എനിക്ക് 1.5 ആണ് വളരെ എന്തൊക്കെയോ പോലെ പ്രൈസ് ഇരിക്കുന്ന പോലെ തോന്നിയത്. എനിവേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിൽ എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.